Dear students, now we can start our fourth unit, quadratic residues. അപ്പോൾ നമുക്ക് ആദ്യം ക്വാഡ്രാറ്റിക് റെസിഡ്യൂസിൻ്റെ ഡെഫിനിഷൻ നോക്കാം. അപ്പോൾ എ ക്വാഡ്രാറ്റിക് കോൺഗ്രുവൻസ് ഈസ് ഓഫ് ദി ഫോം എക്സ് സ്ക്വയർ കോൺഗ്രുവൻ ടു എ മോഡ് എം. ഇപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് കോൺഗ്രുവൻസ് എന്താണെന്നാണ് പറയുന്നത്. നമുക്കറിയാം ഈ ക്വാഡ്രാറ്റിക് എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്ന എപ്പോഴും പവർ 2 വരുന്ന സ്ഥലത്താണ്. നമ്മളിപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണ് ജനറലി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഡി സംതിങ് എന്തോ ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ എക്സ് സ്ക്വയർ വരുന്നത്. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി വരുന്ന കേസിലാണ് നമ്മൾ ക്വാഡ്രാറ്റിക് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത് നോർമലി. അപ്പോൾ ഇവിടെയും ക്വാഡ്രാറ്റിക് കോൺഗ്രുവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെയും സെക്കൻഡ് ഡിഗ്രി ആയിരിക്കും. ആ എക്സിൻ്റെ ഡിഗ്രി 2 ആയിരിക്കും. അപ്പോൾ ക്വാഡ്രാറ്റിക് കോൺഗ്രുവൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോൺഗ്രുവൻസ് ഓഫ് ദി ഫോം എക്സ് സ്ക്വയർ കോൺഗ്രുവൻ്റ് ടു എ മോഡ് എം. ഓക്കെ, ഇതാണൊരു ജനറലി പറഞ്ഞാൽ ഒരു ക്വാഡ്രാറ്റിക് കോൺഗ്രുവൻസ് എന്ന് പറഞ്ഞാൽ. എക്സ് സ്ക്വയർ വരണം എന്ന് മാത്രമേ ഉള്ളൂ. എം എമ്മോ എന്ത് വേണമെങ്കിലും ആകാം. അവർ തമ്മിൽ കണ്ടീഷൻസ് ഒന്നും തന്നെ പറയുന്നില്ല. അത് ജസ്റ്റ് ഒരു ക്വാഡ്രാറ്റിക് കോൺഗ്രുവൻസ്. ഇനി consider a quadratic congruence of the form x square congruent to n mod p. അപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ ക്വാഡ്രാറ്റിക് കോൺഗ്രുവൻസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. എക്സ് സ്ക്വയർ കോൺഗ്രുവൻ്റ് ടു എൻ മോഡ് പി. അപ്പോൾ പി എന്ന് കാണുമ്പോഴേ നമുക്ക് പറയാതെ തന്നെ അറിയാം പി ഒരു പ്രൈം നമ്പർ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട് വേർ പി ഈസ് ആൻ ഓഡ് പ്രൈം. ഇപ്പോൾ 2 ഇവിടെ വരാൻ പാടില്ല. പി എന്ന് പറഞ്ഞാൽ ഓഡ് പ്രൈം ആയിരിക്കണം. അങ്ങനെയുള്ളതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഒരു കണ്ടീഷനും കൂടിയുണ്ട്, എൻ ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് പി. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. എൻ ഈസ് നോട്ട് കോൺഗ്രുവൻ്റ് ടു 0 മോഡ് പി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് പി. അപ്പോൾ എന്തൊക്കെയാണ് കണ്ടീഷൻ? എൻ എന്ന് പറഞ്ഞാൽ പിയുടെ മൾട്ടിപ്പിൾ ആകരുത്. പി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഒരു ഓഡ് പ്രൈം നമ്പർ ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്വാഡ്രാറ്റിക് കോൺഗ്രുവൻസ് നമ്മൾ കൺസിഡർ ചെയ്ത് വെച്ചു. അതാണ് എക്സ് സ്ക്വയർ കോൺഗ്രുവൻ്റ് ടു എൻ മോഡ് പി. പുട്ട് ഇറ്റ് ആസ് നമ്പർ 1. ഇനി നമ്മൾ ഡെഫിനിഷനിലോട്ട് കിടക്കാം. ഈഫ് ദിസ് കോൺഗ്രുവൻസ് എക്സ് സ്ക്വയർ കോൺഗ്രുവൻ്റ് ടു എൻ മോഡ് പി ഹാസ് എ സൊല്യൂഷൻ, then we say that n is quadratic residue mode p. അതായത് നമ്മൾ ഈ കൺസിഡർ ചെയ്ത ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, എക്സ് സ്ക്വയർ കോൺഗ്രുവൻ്റ് ടു എൻ മോഡ് പി, അവിടെ എൻ പിയുടെ മൾട്ടിപ്പിൾ ആവരുത്. പി ഒരു ഓഡ് പ്രൈം ആയിരിക്കണം. അതിന് ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ, അതായത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു വാല്യൂ എക്സിന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയാൽ നമ്മൾ പറയും എൻ ഈസ് എ ക്വാഡ്രാറ്റിക് റെസിഡ്യൂ മോഡ് പി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ആ സൊല്യൂഷനെ കുറിച്ചല്ല നമ്മൾ ആ ഡെഫിനിഷൻ ആക്ച്വലി പറയുന്നത്. സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നിനെ പറ്റിയും പിയെ പറ്റിയുമാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? എക്സ് സ്ക്വയർ കോൺഗ്രുവൻ്റ് ടു എൻ മോഡ് പിക്ക് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ എൻ ഈസ് എ ക്വാഡ്രാറ്റിക് റെസിഡ്യൂ മോഡ് പി ആയിരിക്കും. ഇത് ഡിനോട്ട് ചെയ്യുന്നത് എൻ ആർ പി എന്നാണ്. ഇത് വായിക്കുക, എൻ ഈസ് ക്വാഡ്രാറ്റിക് റെസിഡ്യൂ മോഡ് പി. ഓക്കെ, ഇനി എപ്പോഴും സൊല്യൂഷൻ ഉണ്ടായിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. സൊല്യൂഷൻ ഇല്ല എന്ന് വിചാരിക്കുക. അതായത് ഇഫ് എക്സ് സ്ക്വയർ കോൺഗ്രുവൻ്റ് ടു എൻ മോഡ് പി ഹാസ് നോ സൊല്യൂഷൻ, ദെൻ എൻ ഈസ് കോൾഡ് ക്വാഡ്രാറ്റിക് നോൺ റെസിഡ്യൂ മോഡ് പി. നേരത്തെ നമ്മൾ പറഞ്ഞ ക്വാഡ്രാറ്റിക് റെസിഡ്യൂ മോഡ് പി എന്നാണ്. സൊല്യൂഷൻ ഉണ്ടെങ്കിൽ. സൊല്യൂഷൻ ഇല്ലെങ്കിൽ നമ്മൾ പറയും എൻ ഈസ് ക്വാഡ്രാറ്റിക് നോൺ റെസിഡ്യൂ മോഡ് പി ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഇങ്ങനെ. നേരത്തെ നമ്മൾ എൻ ആർ പി എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുക എൻ ഈസ് ക്വാഡ്രാറ്റിക് റെസിഡ്യൂ മോഡ് പി. നോൺ റെസിഡ്യൂ ആണെങ്കിൽ നമ്മൾ ആറിന് പകരം ഒരു ആർ ബാർ എന്ന് കാണിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതി അതിൻ്റെ അർത്ഥം എന്താണ്? എൻ ഈസ് ക്വാഡ്രാറ്റിക് നോൺ റെസിഡ്യൂ മോഡ് പി. ദാറ്റ് മീൻസ് എക്സ് സ്ക്വയർ കോൺഗ്രുവൻ്റ് ടു എൻ മോഡ് പിക്ക് സൊല്യൂഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഈ ഒരു ക്വാഡ്രാറ്റിക് കോൺഗ്രുവൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഡെഫിനിഷൻസ് എല്ലാം പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ആദ്യമേ തന്നെ ക്വാഡ്രാറ്റിക് കോൺഗ്രുവൻസ് വേണം. അതിന് സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാണ് എന്ന് ക്വാഡ്രാറ്റിക് റെസിഡ്യൂ ആണോ നോൺ റെസിഡ്യൂ ആണോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സാമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു പ്രോബ്ലം ആയിട്ട് നമുക്കത് ചെയ്യാം. ഫൈൻഡ് ക്വാഡ്രാറ്റിക് റെസിഡ്യൂസ് ആൻഡ് നോൺ റെസിഡ്യൂസ് മോഡുലോ 11.
നമ്മൾ ഈ മോഡ് പി എന്ന് പറഞ്ഞാൽ പി എപ്പോഴും എന്തായിരിക്കണം, ഒരു ഓഡ് പ്രൈം ആയിരിക്കണ്ടേ. അപ്പോൾ പ്രൈം നമ്പർ തന്നെ നമ്മൾ എടുക്കണം. മോഡ് ഏതെങ്കിലും ഒരു നമ്പർ എടുത്താൽ പോരെ. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മോഡുലോ 11ൻ്റെ എല്ലാ ക്വാഡ്രാറ്റിക് റെസിഡ്യൂസും നോൺ റെസിഡ്യൂസും കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇനി ഈ മോഡുലോ 11 എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമുക്ക് 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് കൺസിഡർ ചെയ്താൽ മതി പോരെ. ഇൻ മോഡുലോ 11 വി നീഡ് ടു കൺസിഡർ ദി നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 4 5 6 7 8 9 10. അത് മതി. ഇപ്പം നമ്മൾ ഇപ്പോൾ 12 എടുത്തു എന്ന് വിചാരിക്കുക. 12 എന്ന് പറഞ്ഞാൽ എന്താണ്? 12 ഈസ് കോൺഗ്രുവൻ്റ് ടു 1 മോഡ് 11 ആണ്. അപ്പോൾ 12 എന്ന് പറഞ്ഞാൽ ഓൾറെഡി 1നോട് കോൺഗ്രുവൻ്റ് ആണ്. ഞാൻ കഴിഞ്ഞ പ്രൂഫിലും പറഞ്ഞിരുന്നു, നമ്മൾ 3rd യൂണിറ്റിൻ്റെ ചൈനീസ് റിമൈൻഡർ തിയറം പ്രൂഫ് പറഞ്ഞപ്പോഴും പറഞ്ഞിരുന്നു, നമ്മുടെ ഈ കോൺഗ്രുവൻസിൻ്റെ റിലേഷനിൽ രണ്ടും പരസ്പരം കോൺഗ്രുവൻ്റ് ആയിട്ടുള്ള സാധനത്തെ നമ്മൾ സെയിം ആയിട്ടാണ് കാണുന്നത്, അവർ ഒന്നായിട്ടാണ് കാണുന്നത്. ഡിഫറൻ്റ് ആയിട്ട് കാണണമെങ്കിൽ പരസ്പരം ഇൻകോൺഗ്രുവൻ്റ് ആവണം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് 12 1 ഈക്വലായിട്ടാണ് നമ്മൾ കാണേണ്ടത്, കാരണം അവർ പരസ്പരം കോൺഗ്രുവൻ്റ് ആണ്. അപ്പം മോഡുലോ പി എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ 1 2 3 എക്സെട്ര അപ് ടു p-1 വരെയുള്ള കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ അതിനകത്ത് ആരൊക്കെയാണ് ക്വാഡ്രാറ്റിക് റെസിഡ്യൂ ആകുന്നത്, ആരൊക്കെയാണ് ക്വാഡ്രാറ്റിക് നോൺ റെസിഡ്യൂ ആകുന്നത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ കൺസിഡർ ചെയ്യേണ്ടത്? x² കോൺഗ്രുവൻ്റ് ടു n മോഡ് 11 എടുക്കുക. ഇതിൽ എക്സിന് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ആ എന്നിനെ നമ്മൾ എന്ത് വിളിക്കും? ക്വാഡ്രാറ്റിക് റെസിഡ്യൂ മോഡ് 11 എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം 1 ഇട്ട് കൊടുക്കുക. 1² ഈസ് കോൺഗ്രുവൻ്റ് ടു n മോഡ് p കൺസിഡർ ചെയ്താൽ ഇതിന് ഹോൾഡ് ചെയ്യുന്ന ഏതെങ്കിലും n ഉണ്ടോ? ഉണ്ട്. n = 1 എടുത്താൽ പോരെ, കാരണം 1 ഈസ് കോൺഗ്രുവൻ്റ് ടു 1 ആണ്. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ ഉണ്ട് ആക്ച്വലി, അല്ലേ? x² കോൺഗ്രുവൻ്റ് ടു, അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? x² കോൺഗ്രുവൻ്റ് ടു 1 മോഡ് 11 എടുത്താൽ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്. ഏതാണ് ആ സൊല്യൂഷൻ? x = 1 എടുത്താൽ മതി. അപ്പോൾ അതിന് സൊല്യൂഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പറയും 1 ഈസ് ക്വാഡ്രാറ്റിക് റെസിഡ്യൂ മോഡ് 11 എന്ന് പറയും. ഇനി അതുപോലെ അടുത്തത് നോക്കുക. x² കോൺഗ്രുവൻ്റ് ടു 2 മോഡ് 11. ഇത് ഹോൾഡ് ചെയ്യുന്ന തരത്തിൽ ഏതെങ്കിലും എക്സ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അടുത്തത് 3 എടുക്കുക. 3 എടുക്കുമ്പോഴും അങ്ങനെ തന്നെ. 4 എടുക്കുമ്പോഴോ? 4 എടുക്കുമ്പം x² കോൺഗ്രുവൻ്റ് ടു 4 മോഡ് 11. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതെങ്കിലും എക്സ് ഉണ്ടോ? ഉണ്ടല്ലേ. ഏതെടുത്താൽ മതി? 2 എടുത്താൽ മതി, കാരണം 2² എന്ന് പറഞ്ഞാൽ 4 തന്നെ. അപ്പോൾ 2² ഈസ് കോൺഗ്രുവൻ്റ് ടു 4 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 4 ഈസ് ക്വാഡ്രാറ്റിക് റെസിഡ്യൂ മോഡ് 11. അപ്പോൾ അടുത്തത് എന്ത് വരും? അടുത്തത് 4 കഴിഞ്ഞാൽ പിന്നെ 5 എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയില്ല x² കോൺഗ്രുവൻ്റ് ടു 5 ആകുന്ന എക്സ് ഉണ്ടോ എന്നറിയില്ല, അതവിടെ നിൽക്കട്ടെ. അടുത്തത് അതുപോലെ തന്നെ x² കോൺഗ്രുവൻ്റ് ടു 6 ആകുന്ന എക്സ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. x² കോൺഗ്രുവൻ്റ് ടു 7 ആകുന്ന എക്സ് ഉണ്ടോ എന്നറിയില്ല. x² കോൺഗ്രുവൻ്റ് ടു 8 ആകുന്ന എക്സ് ഉണ്ടോ എന്നറിയില്ല. x² കോൺഗ്രുവൻ്റ് ടു 9 ആകുന്ന എക്സ് ഉണ്ടോ? ഉണ്ട്. x = 3 എടുത്താൽ പോരെ. 3² എന്ന് പറഞ്ഞാൽ 9 തന്നെ വരും. ഓക്കെ, ഇനി അതുപോലെ തന്നെ x² കോൺഗ്രുവൻ്റ് ടു 10 ആകുന്ന എക്സ് ഉണ്ടോ എന്ന് നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അന്നേരം ഞാനിവിടെ ഈ സ്ക്വയർ ടേംസ് ഒന്ന് കൺസിഡർ ചെയ്യുവാണ്. 1² കോൺഗ്രുവൻ്റ് ടു 1 ആണ്, 2² കോൺഗ്രുവൻ്റ് ടു 4 ആണ്, 3² കോൺഗ്രുവൻ്റ് ടു 9 ആണ്. ഇനി 4² എടുക്കുമ്പോൾ എന്ത് വരും? 4² എന്ന് പറഞ്ഞാൽ 16 ആണ്. 16 നമ്മൾ മോഡുലോ 11 എന്തായിട്ട് കൺസിഡർ ചെയ്യണം? 16 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 5 ആയതുകൊണ്ട് വിച്ച് ഈസ് കോൺഗ്രുവൻ്റ് ടു 5 ആണ്. ഇനി 5² എന്ന് പറഞ്ഞാൽ 25 ആണ്. 25നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള റിമൈൻഡർ 3 ആണ്. അപ്പം അത് കോൺഗ്രുവൻ്റ് ടു 3 ആണ്. അടുത്തത് 6 + 5 എന്ന് പറഞ്ഞാൽ എന്താണ്? 11, അത് 0 ആണ്. അപ്പോൾ 6 എന്ന് പറഞ്ഞാൽ ആക്ച്വലി -5 ആണ്. അപ്പോൾ സിമിലർലി ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് മനസ്സിലായോ? ഇതാ ഇവിടെ നോക്കിക്കേ. 6 + 5 എന്ന് പറഞ്ഞാൽ ആക്ച്വലി
11 ആണ്. ശരിയല്ലേ? അതിൻ്റെ അർത്ഥം 6 ഈക്വൽ ടു 11 മൈനസ് 5. ഈ മോഡുലോ 11ൽ 11നെ നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്? 11നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0, ബാക്കി -5 അങ്ങനെ തന്നെ. അതായത് വിച്ച് ഈസ് കോൺഗ്രുവൻ്റ് ടു -5. അപ്പോൾ അതിൻ്റെ അർത്ഥം 6 ഈസ് കോൺഗ്രുവൻ്റ് ടു -5 എന്നാണ് അർത്ഥം. സിമിലർലി 7 ഈസ് കോൺഗ്രുവൻ്റ് ടു -4, 8 ഈസ് കോൺഗ്രുവൻ്റ് ടു -3, 9 ഈസ് കോൺഗ്രുവൻ്റ് ടു -2 ആൻഡ് 10 ഈസ് കോൺഗ്രുവൻ്റ് ടു -1. അപ്പോൾ ബാക്കിയുള്ള നമ്പേഴ്സും സ്ക്വയർ എടുക്കുമ്പോൾ എങ്ങനെ വരും? 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6 ഈസ് കോൺഗ്രുവൻ്റ് ടു -5 അല്ലേ? അപ്പോൾ -5 സ്ക്വയർ ചെയ്യുമ്പോൾ മൈനസ് വേണ്ടല്ലോ. അതായത് 5 സ്ക്വയർ 25 ഓൾറെഡി കോൺഗ്രുവൻ്റ് ടു 3 ആണ്. ഇതെല്ലാം നമ്മൾ ഓൾറെഡി എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങളാണ്. 4 സ്ക്വയർ കോൺഗ്രുവൻ്റ് ടു 5 ആണ്, 3 സ്ക്വയർ കോൺഗ്രുവൻ്റ് ടു 9 ആണ്, 2 സ്ക്വയർ കോൺഗ്രുവൻ്റ് ടു 4 ആണ്, 1 സ്ക്വയർ കോൺഗ്രുവൻ്റ് ടു 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതി വെച്ചു. ഇനി നമുക്ക് റെസിഡ്യൂ ആണോ നോൺ റെസിഡ്യൂ ആണോ എന്ന് പറയാം. Now 1 square is congruent to 1 mod 11. So 1 is a solution of x square congruent to 1 mod 11. കാരണം അവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുമ്പോൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ 1 ഈസ് എ ക്വാഡ്രാറ്റിക് റെസിഡ്യൂ മോഡ് 11. അപ്പോൾ അത് സിംബലൈസ് ചെയ്ത് എഴുതിയിട്ടുണ്ട് 1R11. സിമിലർലി 2 സ്ക്വയർ കോൺഗ്രുവൻ്റ് ടു 4 മോഡ് 11 ആണ്. സോ 2 ഈസ് എ സൊല്യൂഷൻ ഓഫ് ഏതാണ്? എക്സ് സ്ക്വയർ കോൺഗ്രുവൻ്റ് ടു 4 മോഡ് 11. അപ്പോൾ 2 ഈസ് എ സൊല്യൂഷൻ ഓഫ്, ഈ എഴുതിയേക്കുന്നതിനകത്ത് ചെറിയൊരു പ്രശ്നമുണ്ട്. 2 ഈസ് എ സൊല്യൂഷൻ ഓഫ്, അവിടെ എഴുതേണ്ടത് സൊല്യൂഷൻ ഓഫ് എക്സ് സ്ക്വയർ കോൺഗ്രുവൻ്റ് ടു 4 മോഡ് 11. ഇതിൻ്റെ സൊല്യൂഷൻ ആണെന്നാണ് എഴുതേണ്ടത്. അത് എഴുതിയപ്പോൾ മിസ്റ്റേക്ക് വന്നതാണ്. സോ 4 ഈസ് ക്വാഡ്രാറ്റിക് റെസിഡ്യൂ മോഡ് 11. അതുപോലെ 3 സ്ക്വയർ കോൺഗ്രുവൻ്റ് ടു 9 ആയതുകൊണ്ട് തന്നെ 3 ഈസ് എ സൊല്യൂഷൻ ഓഫ്, അവിടെ അങ്ങനെ തന്നെയാണ്, എക്സ് സ്ക്വയർ കോൺഗ്രുവൻ്റ് ടു 9 മോഡ് 11. സോ 9 ഈസ് ക്വാഡ്രാറ്റിക് റെസിഡ്യൂ. സിമിലർലി 4 സ്ക്വയർ കോൺഗ്രുവൻ്റ് ടു 5 ആണ്. സോ എക്സ് സ്ക്വയർ കോൺഗ്രുവൻ്റ് ടു 5 മോഡ് 11ൻ്റെ ഒരു സൊല്യൂഷനാണ് 4. സോ 5 ഈസ് ക്വാഡ്രാറ്റിക് റെസിഡ്യൂ മോഡ് 11. അതുപോലെ 5 സ്ക്വയർ കോൺഗ്രുവൻ്റ് ടു 3 ആയതുകൊണ്ട് 3 ഈസ് ക്വാഡ്രാറ്റിക് റെസിഡ്യൂ മോഡ് 11. അപ്പോൾ 1, 3, 4, 5 ആൻഡ് 9 ആർ ക്വാഡ്രാറ്റിക് റെസിഡ്യൂസ് മോഡ് 11 എന്ന് കിട്ടും. അപ്പോൾ റിമൈനിങ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2, 6, 7, 8 ആൻഡ് 10 ആർ ക്വാഡ്രാറ്റിക് നോൺ റെസിഡ്യൂസ് മോഡ് 11. ബാക്കിയുള്ള ഒന്നിനും നമുക്ക് ഇതുപോലെ റിലേഷൻ എഴുതാൻ പറ്റില്ല. ഇത്രയും നമ്പേഴ്സിനാണ് നമുക്ക് റിലേഷൻ എഴുതാൻ പറ്റുക. ഇനി നിങ്ങളതൊന്ന് വായിച്ച് നോക്കുക, നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മൾ ആ ഇക്വേഷൻ കറക്റ്റായിട്ട് കൺവേ ആയിരിക്കണം. ഇക്വേഷൻ ഇതാണ്, എക്സ് സ്ക്വയർ, ഇക്വേഷൻ അല്ല കോൺഗ്രുവൻസ് റിലേഷൻ, എക്സ് സ്ക്വയർ കോൺഗ്രുവൻ്റ് ടു n മോഡ് 11. അപ്പോൾ ആക്ച്വലി നമുക്ക് എക്സ് തന്നിട്ടുണ്ടാവില്ല, മോഡ് 11 അല്ല, മോഡ് പി. എക്സ് തന്നിട്ടുണ്ടാവില്ല, എന്നും പിയും മാത്രമേ തന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതിന് ഇപ്പം എക്സാമ്പിൾ എക്സ് സ്ക്വയർ കോൺഗ്രുവൻ്റ് ടു 9 മോഡ് 11 എടുത്താൽ എക്സ് ഈക്വൽ ടു 3 കൊടുക്കുമ്പോൾ എന്ത് വരും? എക്സ് ഈക്വൽ ടു 3 കൊടുക്കുമ്പോൾ ഈ ഇക്വേഷൻ ഹോൾഡ് ചെയ്യത്തില്ല, ഈ കോൺഗ്രുവൻസ് റിലേഷൻ ഹോൾഡ് ചെയ്യത്തില്ല. അതിൻ്റെ അർത്ഥം എന്താ? എക്സ് സ്ക്വയർ കോൺഗ്രുവൻ്റ് ടു 9 മോഡ് 11ൻ്റെ ഒരു സൊല്യൂഷനാണ് എക്സ് ഈക്വൽ ടു 3. അപ്പോൾ അതിന് സൊല്യൂഷൻ ഉണ്ട്. ദാറ്റ് മീൻസ് 9 ഈസ് ക്വാഡ്രാറ്റിക് റെസിഡ്യൂ മോഡിലോ 11. അതുപോലെയാണ് നമ്മൾ എല്ലാം കണ്ടുപിടിച്ച് എഴുതിയത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.